ഈ ജൂൺ 1-ന് യുക്രൈൻ റഷ്യയുടെ ചില വ്യോമതാവളങ്ങളിൽ വ്യത്യസ്തമായൊരു ആക്രമണം നടത്തിയ വാർത്ത നമ്മളൊക്കെ അറിഞ്ഞതാണ്. ലോറികളിലൂടെ റഷ്യയിലേക്ക് ചില ഡ്രോണുകൾ കടത്തുകയും ആ ഡ്രോണുകളെ യുക്രൈനിലിരുന്ന് നിയന്ത്രിച്ച് ഒരു വലിയ ആക്രമണം നടത്തുകയുമാണ് യുക്രൈൻ ചെയ്തത്. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡ്രോൺ ആക്രമണം റഷ്യക്കു നേരെ അവർ നടത്തുന്ന ഒരു സുപ്രധാനമായ ഒരു നീക്കമാണ്. എന്നാൽ റഷ്യക്കാവട്ടെ ഇതൊരു വല്ലാത്ത തിരിച്ചടിയും അപമാനവുമായി മാറിയിരിക്കുന്നു. യുക്രൈൻ നടത്തിയ ഈ ഡ്രോൺ ആക്രമണത്തെ ട്രോജൻ യുദ്ധതന്ത്രമെന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധരായ ആളുകൾ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് യുക്രൈൻ്റെ ഈ ഓപ്പറേഷനെ ട്രോജൻ തന്ത്രമെന്ന് വിളിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ആദ്യം നമുക്ക് ജൂൺ 1-ന് യുക്രൈൻ നടത്തിയ നീക്കം എന്താണെന്ന് നോക്കാം. റഷ്യയും യുക്രൈനും വർഷങ്ങളായി പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫുൾ സ്കെയിൽ അധിനിവേശം റഷ്യ ആരംഭിച്ചത് 2022 ഫെബ്രുവരിയിലാണ്. 3 വർഷത്തിലേറെ ആയി റഷ്യയുടെ ഈ ഒരു യുക്രൈൻ അധിനിവേശം എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ റഷ്യയെ ഒന്ന് ഞെട്ടിക്കാൻ യുക്രൈൻ ചെയ്ത ഒരു തിരിച്ചടിയായിരുന്നു ഈ ഒരു ഡ്രോൺ ആക്രമണം. റഷ്യയിലേക്ക് പോകുന്ന ചില ലോറികളിൽ 120ഓളം ഡ്രോണുകൾ യുക്രൈൻ വളരെ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചു. ഫസ്റ്റ് പേഴ്സൺ വ്യൂ അഥവാ FPV എന്ന പ്രത്യേകതരം ഡ്രോണുകളായിരുന്നു അത്. ചില മരപ്പെട്ടികളിലായിരുന്നു ആ ഡ്രോണുകൾ സൂക്ഷിച്ചത്. ഈ കണ്ടെയ്നർ ലോറികൾ റഷ്യയുടെ ചില പ്രധാന വ്യോമതാവളങ്ങൾക്ക് അടുത്തെത്തിയപ്പോൾ യുക്രൈൻ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഡ്രോണുകളെ ലോറികളിൽ നിന്ന് പുറത്തു ചാടിച്ച് റഷ്യൻ വ്യോമതാവളങ്ങളെ ആക്രമിക്കുകയും ചെയ്തു. 40ഓളം റഷ്യൻ യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത്. ഇസ്താംബൂളിൽ 2ാം റൗണ്ട് വെടിനിർത്തൽ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് യുക്രൈൻ്റെ ഈ ഒരു ഡ്രോൺ ആക്രമണം. സെക്യൂരിറ്റി സർവീസ് ഓഫ് യുക്രൈൻ ആണ് 18 മാസം നീണ്ട ആസൂത്രണത്തിന് ശേഷം ഈ ഒരു ആക്രമണം നടത്തിയത്. $700 കോടി നഷ്ടം റഷ്യക്ക് വരുത്തി എന്നാണ് യുക്രൈൻ്റെ അവകാശവാദം. ഇനി എന്തിനാണ് ഈ അറ്റാക്കിനെ ട്രോജൻ തന്ത്രമെന്ന് വിളിക്കുന്നത്? BC 1100കളിൽ നടന്നു എന്ന് കരുതപ്പെടുന്ന ട്രോജൻ യുദ്ധത്തെപ്പറ്റി നമ്മൾ കുറച്ച് പറയേണ്ടിയിരിക്കുന്നു. ട്രോജൻ യുദ്ധം നടന്നത് ട്രോയ് നഗരവാസികളും ഗ്രീക്കുകാരും തമ്മിലായിരുന്നു. ഇന്നത്തെ തുർക്കിയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു പുരാതന നഗരമായിരുന്നു ട്രോയ്. ട്രോജൻ ജനങ്ങളാണ് അവിടെ ജീവിച്ചിരുന്നത്. ട്രോയ് നഗരത്തിൻ്റെ രാജകുമാരനായിരുന്നു പാരിസ്. ഗ്രീക്ക് നഗരമായ സ്പാർട്ടയിലെ രാജാവായിരുന്ന മെനിലോസിന്റെ ഭാര്യ ഹെലനുമായി പാരീസ് പ്രണയത്തിലായി. അങ്ങനെ പാരീസ് ഒരു ദിവസം ഹെലനെ രഹസ്യമായി ട്രോയ് നഗരത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി. അതിനെ തുടർന്ന് മെനിലോസ് രാജാവിന്റെ സഹോദരൻ അഗമെമ്നോൺ ട്രോയ്ക്കെതിരെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. നിരവധി ഗ്രീക്ക് രാജാക്കന്മാരും ഈ യുദ്ധത്തെ പിന്തുണച്ചു. അങ്ങനെ ട്രോയിയെ നേരിടാൻ വേണ്ടി ഒരു ഗ്രീക്ക് സൈന്യം തയ്യാറായി രംഗത്ത് വന്നു. ഏതാനും കപ്പലുകളിലായി ഈ ഗ്രീക്ക് സൈന്യം ട്രോയിയിൽ എത്തി നഗരത്തെ ഉപരോധിച്ചു. എന്നാൽ ട്രോയിയെ പരാജയപ്പെടുത്താൻ പെട്ടെന്നൊന്നും ഗ്രീക്ക് സൈന്യത്തിന് സാധിച്ചില്ല. അതിൻ്റെ കാരണം ട്രോയ് നഗരത്തിന് ചുറ്റുമുള്ള കോട്ടമതിലുകൾ വളരെ ശക്തമായിരുന്നു. അത് ഭേദിച്ച് ഉള്ളിൽ കയറാൻ ഗ്രീക്ക് സൈന്യത്തിന് സാധിച്ചില്ല. അങ്ങനെ 10 വർഷത്തോളം ട്രോയിയെ അവർ ഉപരോധിച്ചു. എന്നാൽ ഗ്രീക്ക് സൈന്യത്തിന് വിജയിക്കാൻ സാധിച്ചില്ല. അങ്ങനെ അവസാനം ട്രോയിയെ തോൽപ്പിക്കുവാൻ വേണ്ടി ഗ്രീക്കുകാർ ഒരു പദ്ധതി തയ്യാറാക്കി. എപ്പിയസ് എന്ന ഗ്രീക്ക് ആശാരി ഒരു വലിയ മരക്കുതിരയെ ഉണ്ടാക്കി. ആ വലിയ മരക്കുതിരയുടെ അകം പൊള്ളയായിരുന്നു. അതിനുള്ളിൽ 40ഓളം ഗ്രീക്ക് യോദ്ധാക്കളെ അവർ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചു. യുദ്ധദേവതയായ അഥീനാദേവിക്ക് ഈ കുതിരയെ സമർപ്പിക്കുന്നു എന്ന പേര് പറഞ്ഞ് ആ ട്രോജൻ കുതിരയെ ട്രോയിയുടെ തീരത്ത് ഗ്രീക്കുകാർ സമർപ്പിച്ചു. എന്നിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്ന പോലെ നടിച്ച് അടുത്തുള്ള ടെനഡോസ് ദ്വീപിലേക്ക് ഗ്രീക്ക് സൈന്യം പോയി അവസരം കാത്തു നിന്നു. എന്നാൽ ഗ്രീക്കുകാരുടെ മരക്കുതിരക്കുള്ളിൽ ചതി ഒളിഞ്ഞിരിക്കുന്ന വിവരം അറിയാതെ ട്രോയ് നഗരവാസികൾ ഈ ട്രോജൻ കുതിരയെ കവാടത്തിലൂടെ ട്രോയ് നഗരത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രി ട്രോജൻ കുതിരക്കുള്ളിൽ ഒളിച്ചിരുന്ന പടയാളികൾ പുറത്തു ചാടുകയും കവാടം തുറന്നു കൊടുക്കുകയും ചെയ്തു. ടെനഡോസ് ദ്വീപിൽ നിന്നും തിരിച്ചെത്തിയ ഗ്രീക്ക് സൈന്യം ട്രോയിലേക്ക് ഇരച്ചു കയറുകയും ട്രോയ് നഗരത്തെ നിലം പരിശാക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഗ്രീക്കുകാർ ട്രോയ് നഗരത്തെ പരാജയപ്പെടുത്താൻ ട്രോജൻ കുതിരയെ ഉപയോഗിച്ചത്. ഇപ്പോൾ യുക്രൈൻ ഉപയോഗിച്ചത് സമാനമായ ഒരു തന്ത്രം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം.